ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഒരു ട്രാവൽ വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെയും ഞാനിപ്പോൾ ഉള്ളത് വിയന്നയിലാണ്. വിയന്ന എന്ന് പറഞ്ഞാൽ ഞാൻ വിയന്ന വ്ളോഗ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി വിയന്നയിൽ നിന്ന് ഒരു 3.5 hours ട്രാവൽ ചെയ്ത് നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ഹാൽസ്റ്റാറ്റ് എന്നാണ്. ഞങ്ങൾ ആക്ച്വലി വ്ളോഗ് എടുക്കാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ബ്യൂട്ടി കണ്ടു കഴിഞ്ഞപ്പം എനിക്കത് വ്ളോഗായിട്ട് ചെയ്യണം തോന്നി. കാരണം ഞങ്ങളുടെ ഒരു മെമ്മറി ആണല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം ഞങ്ങൾ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെ ബ്യൂട്ടി ഒന്ന് എൻജോയ് ചെയ്യട്ടോ. കാര്യം പറയാൻ മറന്നുപോയി. വെൽക്കം ടു ദി വീഡിയോ. ഗൈസ്, നമ്മളിപ്പോൾ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിന് പോവാണ്. ലൈക്ക് ഒരു സ്കൈ വോക്ക് എന്ന് പറയും. നമ്മളതിൽ പോകുന്നത് ഒരു ട്രെയിനിൽ കയറിയിട്ട് അങ്ങ് കുന്നിൻ്റെ മേളിലേക്കാണ് പോകുന്നത്. പഠിച്ച് അടിപൊളി ഒരു വ്യൂ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോവാണ്. ഈ മേളിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ കുന്ന് കാണാം. നമ്മൾ ആ കുന്നിൻ്റെ മേളിൽ ഒരു വലിയ വ്യൂ കാണാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ എന്താണ് ഏറ്റവും കാണാനുള്ളൊരു സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രെയിനിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ സ്കൈ വോക്ക് വ്യൂയിലേക്ക് പോകാം. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൈ വോക്കിലെ കേബിൾ കാർ എടുക്കുന്നതിനെ പറ്റിയാണ്. ഹാൽസ്റ്റാറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടിവിറ്റീസിൽ ഒന്നായ ഒരു കാര്യമാണ് സ്കൈ വോക്ക് കേബിൾ കാർ. അപ്പോൾ നമുക്ക് അതിനകത്ത് പല ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. നമ്മളിപ്പം ജസ്റ്റ് കേബിൾ കാറിൽ കയറി ആ വ്യൂ പോയിന്റിൽ എത്തുന്നത് മാത്രമാണെങ്കിൽ ഒരു ടിക്കറ്റ് ഫെയർ ആണ്. അവിടെ സോൾട്ട് മൈൻ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. അത് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ഫെയർ കൊടുക്കണം. പക്ഷേ ഞങ്ങൾ ചൂസ് ചെയ്തത് കേബിൾ കാർ മാത്രമായിരുന്നു. നമ്മൾ സോൾട്ട് മൈൻ എടുത്തിട്ടില്ല. അത് അവിടുത്തെ ഒരു ഭയങ്കര അടിപൊളി ആക്ടിവിറ്റി ആണെന്നാണ് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ഒരു സമയം അവിടെ ഉണ്ടായിരുന്നില്ല. എനിവേ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ കേബിൾ കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങളിവിടെ മുഴുവൻ പോയായിരുന്നോ? നടന്നു പോയോ? ഒരു റൗണ്ട് പോയത്. അത്രയും വലിയ റൗണ്ടൊന്നും അല്ല. പക്ഷെ ഞങ്ങൾ പോയാൽ അത് കാണുമ്പോൾ പേടിയാവൂലേ? ഭയങ്കര ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ അത്ര സ്പീഡ് പോകത്തില്ല. ഹൈറ്റ് പേടിയുള്ളവർക്ക് എനിക്കാണെങ്കിൽ ഇങ്ങനെ ടക്ക ടക്ക ടക്കെന്ന് ഇരിക്കും. അടിപൊളി വ്യൂ കേട്ടോ. ആക്ച്വലി താഴെ നിന്ന് കയറുന്നപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു ഹൈറ്റ് കണ്ടിട്ട്. പക്ഷേ നല്ല രസമാണ്.
എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ മേളിലേക്കൊക്കെ കയറി ഇവിടുത്തെ സ്കൈ വോക്ക് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടു കടിച്ചു പിടിക്കാം. ഗൈസ് നമ്മളങ്ങനെ ഏറ്റവും മേളിലെത്തിയിട്ടുണ്ട്. സ്കൈ വോക്ക് ചെയ്ത് നിങ്ങൾ വിചാരിക്കും ഞാനിത് ആ വ്യൂ പോയിന്റിൽ എത്തിയെന്ന്. പക്ഷേ അല്ല, ഇനിയും നമ്മൾ ഇറങ്ങി താഴ്ത്ത് പോകാനുണ്ട്. നമുക്ക് അവിടെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന വ്യൂ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കரை വந்த பிறகே பிடிக்குது கடலை நரை வந்த பிறகே புரியுது உலகை வாழாயன் வாழ்வை வாழவே தாழாமல் மேலே போகிறேன் தீரா உள்ளூற்றை தீண்டவே இன்றே இங்கே மீழ்கிறேன் இங்கே இன்றே ஆகிறேன். അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ സ്കൈ വോക്ക് വ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴെ എത്തി. നമ്മളിനി ഒരു സെൻറ്റർ ഓഫ് നെക്സ്റ്റ് ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ എന്താ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത വ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പോയി നോക്കിയിട്ട് എൻജോയ് ചെയ്യാം. ಮುಂದೆ ಹೋಗ್ಬಿಟ್ಟು ಎಂಜಾಯ್ ಮಾಡಬೇಕು. ಹೋಗೋ കുറച്ച് കന്നഡയിലൊക്കെ സംസാരിച്ചു. ಹೋಗೋ ಹೋಗೋ. നമ്മൾ മറ്റേ റോഡിലേക്കല്ലേ എത്തി. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഹാൽസ്റ്റാറ്റിന് അടുത്തുള്ള ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഇറങ്ങാൻ കാരണം ഭയങ്കര രസം. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വന്ന വഴിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കണ്ടപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ ആ സ്ഥലത്തൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പം ഞങ്ങൾ കണ്ട കാഴ്ച ഞാനൊന്ന് കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല, പക്ഷേ ഇവർ പറയുന്നത് ട്രോൺസേ അങ്ങനെ എന്തോ ആണ് സ്ഥലത്തിൻ്റെ പേര്. എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ കറക്റ്റ് അറിയില്ല, ജർമ്മൻ അല്ലേ. അപ്പോൾ ഞങ്ങളെ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അന്നേരം കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ കാണാൻ പറ്റും. Stell dich auf die linke Seite, auf die rechte Seite. Danke. Gut, bitte. Ciao, ciao. Ciao. Fest drücken. Genau, könnt gleich auf 2 gehen. Dann yes. Abgepasst, danke. Das Wasser schon kalt. Ist der wird?
Das ist eiskalt. Soll wirklich heißliger? നമ്മളിതാ ബോട്ടിങ്ങിന് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു നമ്മളെ ആരെങ്കിലും കൊണ്ടുവന്നു, പക്ഷെ നമ്മൾ തന്നെയാണ് പോകേണ്ടത്. എനിവേ ഞങ്ങളുടെ എക്സ്പെർട്ടായ പ്രോ ഡ്രൈവർ ഇവിടെ ഉള്ളതുകൊണ്ട് കാർ പൈൽവാൻ ബെന്നറ്റ് ആണ്. பேச்செல்லாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. விழியில் விழும் தூசி தன்னை அவள் எடுக்க நீ இங்கு இல்லை. மனதில் எழும் குழப்பம் தன்னை தீர்க்க நீ எங்கே இல்லை. நான் எங்கே நீயும் அங்கே, இந்த தனிமையில் நிமிஷங்கள் வருஷமானதேனோ. வான் இங்கே நீளம் அங்கே, இந்த உவமைக்கு இருவரும் விளக்கமானதேனோ. நியூயார்க் நகரம் உறங்கும் நேரம் தனிமை அடர்ந்தது, பனியும் படர்ந்தது. ഇത് നടക്കോ? അയ്യോ ഇവിടെയാ വെരി സെൽഫിഷ്. കുഴപ്പമില്ലടാ, നമ്മൾ ചിലപ്പോൾ അതിനു മുമ്പ് maybe we will reach there. I can't because it's fixed up there. That's why. Komm, mach, wir können zusammen. Okay. ആ വലിയ മഴയില്ല. Aber machst du das? Hinten kann man auch was zu machen. Kann nicht zu machen. Das ist fest. Das ist fest. പറപ്പിച്ച് വിട് പാപ്പാ. പറപ്പിച്ച് വിട്ടോണ്ടിരിക്കുക, പറയുന്ന നേരെ പറക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇന്നങ്ങൾ മഴ കൊടുമഴ പെയ്താലും എത്തും. Der Regen ist auch kälter als das Wasser. ആ നമുക്ക് അങ്ങനെയല്ല കിട്ടി. രണ്ടില് പൊക്കോണ്ടിരുന്ന വണ്ടി ഒന്നിൽ ഇട്ടിട്ട് Oh, never book this driver. This driver is not good. Wow, അത് നോക്ക്. Cute. ഇത് രസാ കാണാനല്ലേ കുഞ്ഞിനെ. ഹലോ ഗൈസ്, നമ്മളിന്ന് ഹാൽസ്റ്റാറ്റിൽ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ ഹാൽസ്റ്റാറ്റിൻ്റെ കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇതൊരു ചെറിയ സിറ്റിയാണ് കേട്ടോ, ഒരുപാട് കാണാനൊന്നുമില്ല. നമ്മൾ ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്ത് ഒന്നിവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ല, ഇതിന് എത്ര ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ നിന്ന് അത് ആ പ്രസൻസിൽ ആ നേച്ചർ എൻജോയ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എനിവേ, നമ്മൾ ഹാൽസ്റ്റാറ്റിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, നമ്മുടെ ഒരു മെമ്മറിക്ക് വേണ്ടി നമ്മളെടുത്ത വീഡിയോ ആണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞു. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.